ശമനമില്ലാതെ പൊന്നാനി താലൂക്കിലെ കടലാക്രമണം. വേലിയേറ്റ സമയങ്ങളിൽ കടൽ വീടുകളിലേക്ക് ഇരച്ചു കയറുകയാണ്. ബുധനാഴ്ച മുതൽ പൊന്നാനി താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ ആരംഭിച്ച കടലാക്രമണത്തിനാണ് ശമനമില്ലാത്തത്. കടലാക്രമണത്തിന്റെ രൂക്ഷതയ്ക്ക് അല്പം ശാന്തത കൈവന്നെങ്കിലും വേലിയേറ്റ സമയങ്ങളിൽ കടലാക്രമണം തുടരുകയാണ്. പാലപ്പെട്ടിയിലും വെളിയങ്കോടും പൊന്നാനിയിലും വീടുകളിലേക്ക് കടൽ ജലം ഇരച്ചു കയറുകയാണ്. ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് മുതൽ അലിയാർ പള്ളി വരെയുള്ള ഭാഗങ്ങളിലാണ് വ്യാഴാഴ്ചയും കടലാക്രമണം ഉണ്ടായത്. 80ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. വീടുകൾക്ക് മുമ്പിൽ കടൽ ജലം കെട്ടിനിൽക്കുന്ന അവസ്ഥയുമുണ്ട്. മുറിഞ്ഞഴി ഹിലർപള്ളിക്ക് സമീപം MES കോളേജിന് പിൻവശം തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കടുത്ത ദുരിതമാണ് വിതയ്ക്കുന്നത്. രാവിലെ മുതൽ വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം വീടുകളിലേക്ക് ഇരച്ചുകയറി. കടൽഭിത്തിയില്ലാത്ത മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കൂടാതെ കടൽഭിത്തി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് മുകളിലൂടെയും തിരമാലകൾ ഇരച്ചുകയറുകയാണ്. പൊന്നാനി മുല്ല റോഡ്, മുറിഞ്ഞഴി, ജീലാനി നഗർ ഭാഗങ്ങളിലും തിരമാലകൾ തീരദേശ റോഡുകളിലേക്ക് ഇരച്ചെത്തി. തീരദേശ റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. ചിലയിടങ്ങളിൽ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാൻ സൗകര്യമൊരുക്കി. പുതുപൊന്നാനി കടൽമുറ്റം പാർക്കിന് സമീപത്ത് നഗരസഭ മുൻകൈയെടുത്ത കടൽജലം തിരിച്ച് കടലിലേക്ക് തന്നെ ചാലുകീറി ഒഴുക്കിവിട്ടു. വെളിയങ്കോട് തണ്ണിത്തുറയിലും ചാലുകീറി വെള്ളമൊഴുക്കി. കടലാക്രമണം രൂക്ഷമായി തുടർന്നാൽ വൻ നാശനഷ്ടം നേരിടേണ്ടി വരും. നിലവിൽ തീരത്തെ മിക്ക വീടുകളും കടലാക്രമണ ഭീഷണിയിലാണ്. 30 കുടുംബങ്ങൾ കടലാക്രമണത്തെ തുടർന്ന് താമസം മാറി. NCV ന്യൂസ്, പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.